നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും സനാതനം കോസ്മിക്സിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2025 വിഷുവർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭരണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു വിഷുവർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു വിഷുവർഷക്കാലം എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. പൊതുവായി പറഞ്ഞാൽ കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള കലാകാരന്മാർക്ക് നല്ല രീതിയിൽ ഉന്നതി വരുന്ന ഒരു കാലഘട്ടം. കാൽമുട്ടിനോ തോളിനോ പരിക്കുകൾ സംഭവിക്കാൻ കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക്, അത് പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും, വളരെയധികം സാധ്യതയുള്ളൊരു വർഷമാണ് ഈ ഒരു വിഷുവർഷം എന്ന് പറയുന്നത്. പ്രണയത്തിൽ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാർഷിക വൃത്തിയിൽ വരുമാനം കൂടി വരുന്ന ഒരു സാഹചര്യം. ദമ്പതിമാർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുള്ളൊരു കാലയളവ്. ഈശ്വരാധീനം കൊണ്ട് പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുകയും ചെയ്യുന്നൊരു വർഷം കൂടിയാണ് ഈ ഒരു വിഷുവർഷം എന്ന് പറയുന്നത്. സർക്കാർ ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കുന്ന ഒരു കാലയളവ്. കൃത്യമായിട്ട് കുറച്ചുകൂടി വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസപരമായി കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങേയറ്റം ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു വർഷമായിരിക്കും 2025 വിഷുവർഷം എന്ന് പറയുന്നത്. ആഗ്രഹിച്ചതുപോലുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. മത്സര പരീക്ഷകളിലായിരുന്നാലും വിജയിക്കുവാനും തന്മൂലം സ്വന്തം നാട്ടിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും നിങ്ങൾക്ക് പ്രശസ്തി ആർജിക്കുവാനും തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ട് കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തികപരമായിട്ട് കുറച്ച് അതായത് വലിയ രീതിയിലല്ല, വളരെ ചെറിയ രീതിയിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷേ അത് ആദ്യത്തെ 6 മാസക്കാലം മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അത് തീർച്ചയായിട്ടും അതിനൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഈ 6 മാസത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്കത് തീർക്കുവാനായിട്ട് സാധിക്കുക. കുടുംബപരമായിട്ട് കുടുംബത്തിൽ നല്ല രീതിയിലുള്ള ഒരു കുടുംബം നയിച്ചു വരുന്ന വ്യക്തികളാണെങ്കിൽ തന്നെയും ഏതെങ്കിലും രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ, പ്രത്യേകിച്ചും ദമ്പതിമാർക്കിടയിൽ ഏതെങ്കിലും രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരുവാൻ വളരെയധികം സാധ്യതയുള്ള ഒരു കാലയളവാണ് ഈ ഒരു വിഷുവർഷക്കാലം. വളരെ ശ്രദ്ധയോടുകൂടി വേണം കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള ദമ്പതികൾ ഈ ഒരു വിഷുവർഷത്തെ കണ്ട് മുമ്പോട്ട് പോകേണ്ടതായിട്ട്. അതുപോലെ തന്നെ വൈവാഹിക സംബന്ധമായിട്ട് വിവാഹത്തിന് കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാർക്ക് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു എന്നീ മാസങ്ങൾ ശ്രേഷ്ഠകരമാണ്. മകരം, കുംഭം എന്നീ മാസങ്ങൾ നിങ്ങൾക്ക് വിവാഹത്തിന് അനുയോജ്യമല്ല. അതിനുശേഷം വരുന്ന മാസങ്ങളൊക്കെ കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള പെൺകുട്ടികൾക്ക് വിവാഹത്തിന് വളരെയധികം ഗുണകരമായ കാലഘട്ടം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട പുരുഷനെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലയളവ് കൂടിയായിരിക്കും ഈ ഒരു വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. ഉദ്യോഗ സംബന്ധമായിട്ട് സർക്കാർ ഉദ്യോഗത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു വിഷു വർഷക്കാലത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സർക്കാർ ഉദ്യോഗം, ഇപ്പം എവിടെയെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ മതി എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് നല്ല ഗവൺമെന്റ് ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ഒരു വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് പ്രൊമോഷൻ പോലുള്ള ഗുണകരമായ കാര്യങ്ങൾ ഈ ഒരു വിഷു വർഷക്കാലത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ സാലറി കൂട്ടിക്കിട്ടുക, അങ്ങനെയുള്ള നന്മയുള്ള സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഉദ്യോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഒരു കാലയളവിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്നതായിരിക്കും. പ്രണയ സംബന്ധമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രണയത്തിൽ കമിതാക്കളായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾക്കിടയിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ മൂലം കലഹങ്ങൾ ഉണ്ടാകുവാനും ആ കലഹങ്ങൾ മൂർച്ഛിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ സ്വമേധയാ നിങ്ങൾ തന്നെ സംയമന മനോഭാവത്തോടുകൂടി സംസാരിച്ച് ആ വിഷയങ്ങളൊക്കെ ക്ലിയർ ചെയ്താൽ കുറെ കൂടി നല്ലതായിരിക്കുമെന്ന് കൂടി ഞാൻ ഇതോടൊപ്പം സൂചിപ്പിക്കുകയാണ്. വ്യാപാര സംബന്ധമായിട്ട് പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് വളരെ ഗുണകരമായ ഒരു കാലഘട്ടമാണ് ഈ വിഷുവർഷം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആഹാര പദാർത്ഥങ്ങൾ, ഫുഡ് മേഖലയിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിലോ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള മേഖലയിലോ ഒക്കെ വ്യാപാരങ്ങൾ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വിഷുവർഷക്കാലത്തിൽ ഉയർന്നു വരുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. കാർഷിക സംബന്ധമായിട്ട് കൃഷിവൃത്തിയിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചാണ്, കൃഷിവൃത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാർത്തിക നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷക്കാലത്തിലുടനീളം
നല്ല രീതിയിലുള്ള വരുമാനങ്ങൾ കരസ്ഥമാക്കുവാനും പലതരത്തിലുള്ള, അതായത് നിങ്ങൾ എന്തിന് കൃഷി ചെയ്ത് ജീവിതം നശിപ്പിക്കുന്നു എന്ന് ചോദിച്ചവരുടെ മുമ്പിൽ കൃഷിയുടെ മഹത്വം എന്താണെന്ന് തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. ആരോഗ്യ സംബന്ധമായിട്ട് ആദ്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു, തോളിനോ അല്ലെങ്കിൽ കാൽമുട്ടിനോ ഒക്കെ പരിക്കുകൾ വരാൻ, അത് പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും ഇന്ന പ്രായമൊന്നുമില്ല, ഏത് പ്രായത്തിലുള്ള കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ളവരായിരുന്നാലും തോളലിനോ അല്ലെങ്കിലും കാൽമുട്ടിനോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള വേദനയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വീണ് മുറിവുകൾ സംഭവിക്കുവാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ നിമിഷവും നിങ്ങളുടെ ആരോഗ്യത്തിനെ കുറിച്ചിട്ടുള്ളൊരു ശ്രദ്ധ മനസ്സിൽ വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് കൃത്യമായി നോക്കി മുമ്പോട്ട് പോയാൽ വളരെ ഗുണകരമായിരിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തികയ്ക്ക് പലതരത്തിലും ഉയർന്നു വരുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ് യഥാർത്ഥത്തിൽ 2025 വിഷു വർഷം എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ നടത്തുക. കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് പ്രശ്നപരിഹാരാർത്ഥം ഭജിക്കേണ്ടവർ ഒന്ന് സുബ്രഹ്മണ്യ സ്വാമി. വളരെ തീവ്രമായിട്ട് നിങ്ങൾ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കില്ല എന്നുള്ളത് 100 തരം ഉറപ്പുള്ളൊരു കാര്യമാണ്. 2, ഭഗവതി സ്വരൂപത്തിലുള്ള ക്ഷേത്രങ്ങളിൽ, ഭഗവതി ആയിട്ട് കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളിൽ നിത്യമായ പ്രാർത്ഥന നടത്തുന്നത് നല്ലതാണ്. പരദേവതകളെ, സ്വന്തം കുടുംബത്തിലെ പരദേവതകളെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്നതും കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് നന്മയേറിയ ഒരു വിഷു വർഷം സമ്മാനിക്കുന്നതിന് കാരണഭൂതമാകുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ കാർത്തിക നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും തൃക്കാർത്തികയിലെ വിളക്ക് പോലെ നിങ്ങൾ തെളിയട്ടെ, ഉണരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.